സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. സദൃശവാക്യങ്ങൾ 22-6. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. സ്തോത്രം. അവൻ ഈപ്പനങ്ങളുടെ പ്രായമായാലും ശരി, ഇനി അതിനപ്പുറത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആ പ്രായമായാലും ശരി, അവൻ അതിൽ നിന്നും വിട്ടുമാറത്തില്ല. സ്തോത്രം. നമ്മളൊക്കെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എത്രയോ നേരത്തെയാണ് ഈ സത്യവചനം അറിയേണ്ടത്. അറിഞ്ഞപ്പോൾ കുറച്ച് വൈകിപ്പോയി, എങ്കിലും സമയത്ത് തന്നെ കർത്താവ് അത് തന്നു, വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വേണം നിന്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് കരങ്ങൾ കൊടുത്ത് ദൈവസന്നിധിയിൽ ഒരു പ്രായം ഒരു പ്രശ്നമില്ലെന്ന് പറ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രായം ഒരു പ്രശ്നമേ അല്ല. സ്തോത്രം. ദൈവമക്കളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ. ഹല്ലേലൂയ. ഈ ബാലന്മാരൊന്നും ബ്യൂട്ടി പാർലറിൽ പോയില്ലായിരുന്നു, അവരെല്ലാം രാജകൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെയായിരുന്നു. പക്ഷേ അവർ ഭക്ഷിച്ച ഭക്ഷണം അവരുടെ ഹൃദയത്തിലെ നിശ്ചയം. സ്തോത്രം. ഓർത്തോളണം, ഇവർ കിടക്കുന്നത് ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്. ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇവരായിരിക്കുമ്പോൾ അവിടുത്തെ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ അവർ തട്ടിക്കളയും. ഇനി ആ പരീക്ഷണം കഴിഞ്ഞ് അടുത്ത പരീക്ഷണം, ഇവരുടെ മുൻപിൽ മൂകവിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് നെബൂഖദ്നേസർ പറഞ്ഞു ഇതിനെ ആരാധിക്കണമെന്ന്. ഈ ബാലന്മാർ പറഞ്ഞത് അതും അവരുടെ ഹൃദയ നിശ്ചയമാണ്. പൊന്നുതിരുമേനി രാജാവ് എന്നൊന്നുമല്ല, നെബൂഖദ്നേസർ ഞങ്ങളിതിനെ ആരാധിക്കില്ല, കാരണം ഞങ്ങളുടെ അകത്തിരിക്കുന്നവൻ പുറത്തിരിക്കുന്നവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പൊ ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. എഫെസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്താൻ. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് വിട്ടുമാറത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നീ പൈതലായിരുന്നപ്പോൾ നീ വിശ്വസിച്ച ദൈവവചനം അനുസരിച്ചു വിശുദ്ധ ജീവിതം നയിച്ച നിന്റെ മാതാപിതാക്കൾ എങ്ങനെ നടന്നു എന്ന് നിനക്കറിയാം. ആ മാതാപിതാക്കൾ നടന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വഴിയാണ് നീ തിരഞ്ഞെടുക്കുന്നെങ്കിൽ നീ നാശത്തിലേക്കാണ് പോകുന്നത്. മാതാപിതാക്കൾ നടന്നു വന്ന വചനം പ്രമാണിച്ച വിശുദ്ധ വഴിയിൽ തന്നെ നിൽക്കുക, അതിൽ നിന്ന് മാറിപ്പോകരുത്. മാതാപിതാക്കൾ പെന്തക്കോസ് ആരാധനയ്ക്ക് പോകുന്നു, മക്കൾ വിഗ്രഹാരാധനയ്ക്ക് പോകുന്നു. സ്തോത്രം. മാതാപിതാക്കൾ കർത്താവിൻ്റെ കൂടെ പോകുന്നു, മക്കൾ ഫറവോൻ്റെ കൂടെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. കോരഹിൻ്റെ മക്കളെ പോലെ ഞങ്ങൾ ദൈവഭാഗത്ത് നിൽക്കും എന്ന് നീ പറയണം. ഹൃദയനിശ്ചയമാണത്. ഹല്ലേലൂയ. 5th പോയിന്റ്, സങ്കീർത്തനങ്ങൾ 119:10. അപ്പോൾ നമ്മൾ 119-ാം സങ്കീർത്തനത്തിൽ കർത്താവ് നമുക്ക് ചേരുന്ന ചില മുത്തുകളാണ് നമ്മൾ പെറുക്കിയെടുക്കുന്നത്. 5ാമത്തെ പോയിന്റ്, 119-ാം സങ്കീർത്തനം 10-ാം വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവരെ അവൻ്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ ഇടവരികയില്ല. വായിക്കാം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടക്കുവാൻ എനിക്ക് വരരുതേ. ഹല്ലേലൂയ. അപ്പോൾ walk not half minded or half hearted, full hearted, 100%. പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവവുമായിട്ടുള്ള നടപ്പ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കേരളത്തിൽ അനവധി ആൾക്കാർ
ഈ ദൈവവചന സത്യം അറിഞ്ഞ് സ്നാനപ്പെട്ട് അവർ മുൻപായിരുന്ന പല സമൂഹത്തിലും ഇരിപ്പുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വചനം പ്രമാണിക്കാൻ പരിശുദ്ധാത്മാവ് നിനക്കൊരു ധൈര്യം തന്ന് മർക്കോസ് 16:16 പ്രകാരം നീ സ്നാനപ്പെടുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അപ്പം ശിശുസ്നാനം തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായിട്ട് വിശ്വാസ സ്നാനം നീ സ്വീകരിച്ചിട്ട് അവരിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു എന്നുള്ള വചനമുണ്ടല്ലോ, അത് പ്രമാണിക്കാതെ നീ നിൻ്റെ ചാർച്ചക്കാരുടെ ഇടയിലാണ് ഇരുന്ന് കൈകൊട്ടുന്നെങ്കിൽ, കാരണം എന്താ, ഞാൻ സ്നാനപ്പെട്ട വിവരം വേറെ ആരും അറിയണ്ട, ഫറവോൻ അറിയണ്ട, ഫറവോൻ അറിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് അച്ഛൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ പറ്റും ഞങ്ങൾ സ്നാനപ്പെട്ട കാര്യം, അതുകൊണ്ട് അച്ഛൻ അറിയേണ്ട, കർത്താവ് വരുമ്പോൾ ഞങ്ങൾ പൊങ്ങത്തില്ല. നീ പൊങ്ങണമെങ്കിൽ നീ ദൈവ പൈതലാണെന്ന് വചനം പ്രമാണിച്ചെന്ന് മറ്റുള്ളവരറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവരെ അവൻ്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ ഇടവരില്ല. നീ വചനം അനുസരിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ നീ ഈ വചനം അനുസരിച്ചാൽ ദൈവം നിന്നെ സംരക്ഷിക്കും. ഒരു ദൈവിക സംരക്ഷണം നിന്റെ കുടുംബത്തിന് ചുറ്റുമുണ്ടാകും. ഹല്ലേലൂയ. നീ ഒരു മത മേലധ്യക്ഷനെയും ഒരു കുടുംബക്കാരനെയും പേടിക്കേണ്ട കാര്യമില്ല. നിന്നെ ഭരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാല് കർത്താവിനും ഒരു കാല് ഭർത്താവിനുമായിട്ട് നിൽക്കരുത്. സ്തോത്രം. നിൽക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ കൂടെ. ടേക്ക് ദ ഡിസിഷൻ. സ്തോത്രം. Taste and see that the Lord is good. ഹല്ലേലൂയ. കർത്താവ് എത്ര മാധുര്യമുള്ളവനാണെന്ന് രുചിച്ചറിയുമ്പോഴാണ്, സ്തോത്രം, വിടേണ്ടത് വിട്ട് ചേരേണ്ടതിനോട് ചേരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ഇപ്പോൾ തോളെ കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നിന്നെ രക്ഷിക്കില്ല. അവരിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ദൈവം പറഞ്ഞാൽ അവരിൽ നിന്ന് തന്നെ വേർപെട്ടിരിക്കണം. ഈ കുടുംബക്കാരെ തള്ളി പുറത്ത് കളയുക എന്നല്ല ഈ പറഞ്ഞത്. ആചാര അനുഷ്ഠാനങ്ങൾ, വചനവിരുദ്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ തള്ളി കുടുംബക്കാരെ വെറുക്കാതെ, സ്തോത്രം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായി ഞാനും എൻ്റെ കുടുംബവും യോശുവ പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ. ആ തീരുമാനം വരുന്നത് വചനം ഉള്ളിൽ കയറുമ്പോഴാണ്. പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവരെ അവൻ്റെ കൽപ്പനകളെ വിട്ട് നടപ്പാൻ ഇടവരുത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 6th point, സങ്കീർത്തനം 119:11. അവൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്ക് അവനോട് പാപം ചെയ്യാതിരിപ്പാൻ സാധിക്കും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ പാപം എവിടെ തുടങ്ങി? ഗർഭപാത്രത്തിൽ തുടങ്ങി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആ ഒരു പാപാവസ്ഥയിൽ രൂപാന്തരപ്പെട്ട് വരുമ്പോൾ ജനിച്ചു വീഴുന്നതും പാപത്തിൻ്റെ സാഹചര്യത്തിലാണ്, പാപത്തിൻ്റെ ചെളിക്കുണ്ടിലാണ്. കണ്ണ് തുറന്നാലും പാപം, കണ്ണടച്ചാലും പാപം. ഈ ഒരു സാഹചര്യത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിലോട്ട് വീഴാതിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന വചനമാണ് 119:11. അവൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്ക് അവനോട് പാപം ചെയ്യാതിരിപ്പാൻ സാധിക്കും. ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മജ്ജയും മാംസമുള്ള ബലഹീന മനുഷ്യരായ നമുക്ക് പാപത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ ധാരാളമാണ്. വചനം പറയുന്നു, പാപം നിന്റെ
വാതുക്കൽ കിടക്കുന്നത്. പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ തന്നെയാണ് പറയുന്നത്, ഈ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോന്നൊന്ന് കാണിച്ചു തരാ. വെല്ലുവിളിയാണ്, ഒന്ന് കാണിച്ചു തരാ. നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ മതി. ഇതനുസരിച്ചല്ല നീ ജീവിക്കുന്നെങ്കിൽ നിനക്കൊരു സ്ഥലമുണ്ട്. ദൈവം തന്നിരിക്കുന്ന ഈ ന്യായപ്രമാണം അനുസരിച്ച് ബൈബിൾ അനുസരിച്ചല്ല നീ ജീവിക്കുന്നെങ്കിൽ നിനക്കൊരു സ്ഥലമുണ്ട്. അതാണ് ധനവാൻ പോയ സ്ഥലം, നരകാഗ്നി. ധനവാൻ അവിടെ എത്താൻ കാരണം ഈ പുസ്തകവുമായിട്ട് ഒരു ബന്ധവും ധനവാനില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരു ഡൈവോഴ്സ് കേസ്, പെണ്ണ് ഡോക്ടറാണ്, 1 വയസ്സ് പോലും ഇല്ലാത്തൊരു ആൺകുഞ്ഞ്. പലരും ഇടപെട്ടിട്ടും ഒരു തരത്തിലും അടുക്കുന്നില്ല. ഭയങ്കര പ്രാർത്ഥനാക്കാരാണ്. പെണ്ണിൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനാക്കാരത്തിയാണ്. ആങ്ങളെയൊക്കെ അങ്ങനെ തന്നെ, ഗൾഫിലെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ഉള്ള പാർട്ടിയാണ്. 2 കുടുംബക്കാരും കൂടെ സംസാരിക്കാനായിട്ട് വന്നിട്ട് ഈ പെൺകുട്ടി പറയുക, 1 മാസമായി ഞാൻ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഇവനെ അങ്ങ് ഉപേക്ഷിക്കാൻ. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു 1 മാസമായിട്ട് ഉപവാസത്തിൽ. അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഒരു സ്പെഷ്യൽ ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു ആത്മാവ് ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇവനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാൻ. അപ്പോൾ ഇവരെ ഇത് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ആങ്ങളെയും കൂടി ഗൾഫിൽ നിന്ന് വിളിച്ചേക്കണം. അപ്പം ഞാൻ ഇവളിത് പറഞ്ഞപ്പം ഞാൻ ആങ്ങളയോട് ചോദിച്ചു, ഇയാളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡറാണല്ലോ, ഇയാൾക്ക് ബൈബിളൊക്കെ അറിയാമല്ലോ. പെങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, 1 മാസമായിട്ട് ഉപവാസമായിരുന്നു. ഉപവസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇവനെ ഉപേക്ഷിക്കാനായിട്ട്. വചനം അറിയാവുന്ന താൻ പറ, ഇത് വചനമനുസരിച്ച് ഈ എടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്ന്. കാരണം മലാക്കിയുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിവാഹമോചനം യഹോവ വെറുക്കുന്നെന്ന്. ഉപേക്ഷണപത്രം യഹോവ വെറുക്കുന്നു. നീ പറ, ഈ വചനപ്രകാരം നിൻ്റെ പെങ്ങളെടുത്ത തീരുമാനം ശരിയോ തെറ്റോ? അവൻ പറ, ഇപ്പോൾ ബൈബിൾ അനുസരിച്ച് ആരൊക്കെയാണ് ജീവിക്കുന്നത് ഒന്ന് കാണിച്ചു തരാമോ? അപ്പൊ ഈ പുസ്തകവും കക്ഷത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യ, നീ വെല്ലുവിളിച്ചത് ഒരു മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ. കാരണം ഇത് എഴുതിയത് 40 വ്യക്തികളാണെങ്കിൽ എഴുതി തന്നത് പരിശുദ്ധാത്മാവാണ്. നിനക്കിത് പ്രമാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്കൊരു സ്ഥലമുണ്ട്, നിത്യ നരകാഗ്നി. അപ്പം ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, അത് ഈ 1 വയസ്സുള്ള കുഞ്ഞിന് അപ്പനില്ലാതെ അവനെല്ലാം അറിയാം. ഞാൻ പറയും, ഈ കുഞ്ഞിൻ്റെ അത്ര അറിവ് നിനക്കില്ലല്ല. അവൾ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് അറിയാം, ഇയാളില്ലെങ്കിൽ വേറൊരിടത്ത് ഞാൻ കല്യാണം കഴിക്കും. അത്ര അഹങ്കാരികളാണ് ഇപ്പോഴത്തെ തലമുറയിൽ. ഇതിനെല്ലാം സ്ക്രൂ വെച്ച് നിൽക്കുന്ന ഈ ഞരമ്പ് രോഗിയെ തള്ളയാണ്. അവനെ ഉപേക്ഷിക്കടി, നമുക്ക് അവനെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് നിങ്ങളൊറ്റൊരുത്തിയാണ്. ഈ അമ്മയാണെങ്കിൽ എല്ലായിടത്തും ദൂതിന് പോകും. ദൂത് എവിടെ ഉണ്ടെങ്കിലും ദൂത് വാങ്ങിക്കാൻ പോകും. ഭയങ്കര പ്രാർത്ഥനാകാരിയാണ്. ആ അമ്മയാണ് ഇവക്ക് സ്ക്രൂ. കാരണം ഈ അമ്മയുടെയും അവസ്ഥ അതായിരുന്നു, ഭർത്താവിനെ ഞരമ്പ് രോഗിയാക്കി ഉപേക്ഷിച്ചു. അതേ സ്പിരിറ്റ് എൻ്റെ മകൾക്കും കുത്തിച്ചു വെച്ച് കൊടുക്കണേ. പ്രാർത്ഥനയുടെ പുറകിൽ ദുഷ്ടപിശാചികളാണ് ഇതെല്ലാം. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഉപേക്ഷണപത്രം യഹോവ വെറുക്കുന്നു. നീ പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നിനക്ക് ഹൃദയത്തിൽ തന്നിട്ടുണ്ടോ? ഹൃദയത്തിൽ ഒരുത്തൻ പാപം ചെയ്യുന്നത് ഹൃദയത്തിലാണ്. ഹൃദയ നിശ്ചയമാണ് ഒരുത്തനെ പാപത്തിൽ വലിച്ചിടുന്നത്. അപ്പോൾ
ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ പാവം ചെയ്യാൻ ഇടയുണ്ടാകത്തില്ല. അകത്തിരിക്കുന്നവൻ പ്രചോദിപ്പിക്കും. തിന്മ തിന്മയാണെന്നും നന്മ നന്മയാണെന്നും വെളിപ്പാട് തരാൻ കർത്താവകത്തുണ്ട്. അവൾ പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാ പറഞ്ഞ, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഡ്യൂട്ടറോണമി ആവർത്തന പുസ്തകം, നിയമാവർത്തനം, ആവർത്തനം, സ്തോത്രം, 30-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനത്തെ വെല്ലുവിളിക്കുന്ന സഹോദര സഹോദരി, വചനമനുസരിച്ച് ആർക്കും ജീവിക്കാൻ പറ്റില്ല, ബൈബിൾ അനുസരിച്ച് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന മറ്റുള്ളവരെയും വെല്ലുവിളിക്കുന്ന നീ, നിന്നോട് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുകയാണ്. ആവർത്തന പുസ്തകം 30:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതോ അപ്രാപ്യമോ അല്ല. അപ്പൊ അതിൻ്റെ അർത്ഥം അനുസരിക്കാൻ സാധിക്കുന്നതാണെന്ന്. വചനം, ബൈബിൾ നിനക്ക് അനുസരിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പം ആ സാധിക്കില്ല എന്ന് നിന്റെ ഉള്ളിലിരിക്കുന്ന കർത്തമ്മാവനാ പറയിപ്പിക്കുന്നേ. ഈ കർത്തമ്മാവനാരാ? പിശാച്. താഴോട്ട് വായിച്ചേ. ഞങ്ങൾ അനുസരിക്കേണ്ടതിന് ആര് സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്ക വണ്ണം അത് സ്വർഗത്തിലല്ല. അല്ല, സ്വർഗത്തിൽ നിന്ന് അത് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വചനമായിട്ട് ഇപ്പോഴും കർത്താവ്. ഇനി സ്വർഗത്തിൽ കയറി ഇത് കൊണ്ടുവരണ്ട, താഴോട്ട് ഇറങ്ങി തന്നെ വന്ന് നീ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷയിൽ അടിച്ച് കൈ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി വചനം പഠിക്കാൻ സ്വർഗത്ത് പോകണ്ട, താഴോട്ട് വായിക്കാം. ഞങ്ങൾ അനുസരിക്കേണ്ടതിന് ആര് സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരെയും അല്ല. ഒരിക്കൽ ലാറ്റിൻ ഭാഷയിലും ഹീബ്രുവിലും അരാമിക്കിലും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ബൈബിളിനെ കുറിച്ച് PhD എടുക്കാൻ നീ അക്കരെ കടന്ന് അപ്പുറത്ത് റോമിലൊന്നും പോകേണ്ടത്, വീട്ടിൽ തന്നെ ഉണ്ട്. വചനം അന്വേഷിച്ച് നീ എങ്ങും പോകണ്ടെന്നാ. നീ അനുസരിക്കാൻ വായിക്കോ. നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്താകുന്നു. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും അതിരിക്കുന്നു. ഒരിക്കൽ ബൈബിൾ വായിക്കാൻ പാടില്ല എന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയിൽ. എവങ്കേലിയം ഇല്ലയോ, അത് പുരോഹിതന് മാത്രമേ തുറക്കാൻ പാടുള്ളൂ, തൊടാൻ പാടുള്ളൂ. സാധാരണക്കാരന് ഇത് തൊടാനേ പാടില്ല. സാധാരണക്കാരന് ഇത് അവൈലബിൾ അല്ലായിരുന്നു. എന്നാൽ ആ കാലം മാറി. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരുമെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വചനം അനുസരിച്ച വചനം മുക്കിലും മൂലയിലും സകല ജനത്തിൻ്റെ ഇടയിലും സകല ഭാഷയിലും സകല കുടുംബത്തിലും കർത്താവ് അച്ചടിച്ചങ്ങ് കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ബൈബിളില്ലാത്ത ഒരൊറ്റ വീടും ഇല്ല. സ്തോത്രം. ആ ബൈബിൾ കൈ വെച്ചോണ്ടാണ് പറയണത്, ബൈബിൾ അനുസരിച്ച് എല്ലാവർക്കും ഒന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാരെങ്കിലും നിന്നോട് പറയുന്നുണ്ടെങ്കിൽ അവൻ ലൂസിഫർ പറയത്തില്ല. കാരണം ലൂസിഫർ വചനം അറിയാം. നമ്മളെക്കാൾ കൂടുതൽ വചനം അറിയാവുന്ന പിശാചിനാ. കർത്താവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ വിറവ് കൊള്ളുന്നവനാണ് പിശാച്. അവന് വചനം അറിയാം. കർത്താവിനെ വിറപ്പിക്കുന്നവനാണ് വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പരീക്ഷിക്കാൻ ചെന്നത് പിശാചാണല്ലോ, അല്ലയോ? ആ പിശാച് ഉപയോഗിച്ചതും സങ്കീർത്തനങ്ങൾ, കർത്താവ് മറുപടി കൊടുത്തതും പഴയ നിയമത്തിൽ നിന്ന് തന്നെ. സ്തോത്രം. അപ്പം ചിലർക്ക് പിശാചിനേക്കാൾ വിവരം കെട്ട വിവരദോഷികൾ ക്രിസ്തീയ സമൂഹം, മറ്റവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഇരിപ്പുണ്ടോ വചനം എല്ലാവർക്കും അനുസരിക്കാൻ പറ്റില്ലെന്ന്. ഭയങ്കര വെയിറ്റിട്ടാ പറയണേ. അനുസരിച്ചില്ലെങ്കിൽ നിനക്കൊരു സ്ഥലം ദുരാത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്.
എന്നിട്ട് താഴോട്ട് വായിച്ചേ. ഞങ്ങൾ അനുസരിക്കേണ്ടതിന് ആര് സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്രയുമല്ല. നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്താകുന്നു. വചനം ഏറ്റവും സമീപത്ത്, ഏറ്റവും. അപ്പൊ നീ അനുസരിക്കേണ്ടതിന് വചനം ഏറ്റവും സമീപത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണോ ബൈബിൾ പിടിച്ചിരിക്കുന്നവൻ പറയുന്നത്, സംസാരിക്കുന്നത്, ആ ഭാഷയിൽ തന്നെ കൈ തന്നിട്ടുണ്ട്. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും അതിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ച് ഇറക്കുന്ന ഏക പുസ്തകം ഈ പുസ്തകം മാത്രം. ഈ ലോകത്തിൽ എത്ര ഭാഷയുണ്ടോ അത്രയും ഭാഷയിൽ കർത്താവിൻ്റെ വചനമല്ലാതെ വേറൊരൊറ്റ പുസ്തകം ഈ ഭൂമിയിൽ അച്ചടിക്കുന്നില്ല. ഹല്ലേലൂയ. അത്രയും ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ പാപം ചെയ്യാതിരിക്കാൻ നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പാപം ചെയ്യാതെ നന്മയുടെ വഴിയിലേക്ക്, തിന്മയുടെ വഴിയിൽ നിന്നും മാറി, പാപത്തിൻ്റെ വഴിയിൽ നിന്നും മാറി വിശുദ്ധിയുടെ വഴിയിലേക്ക് നമ്മളെ നയിക്കാനായിട്ട്, നടത്താനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു ആയുധം ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പാപം ചെയ്യാതിരിക്കാൻ നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഏഴാമത്തെ ആശയം, വചനം നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കും. 119 സങ്കീർത്തനം അതിൻ്റെ 38 വാക്യം. വചനം നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കും. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനം നിന്റെ ദാസന് നിവർത്തിക്കണമേ. ഹല്ലേലൂയ. ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ണുമടച്ച് കയ്യും കൂപ്പി വെള്ളയും വെള്ളയും ധരിച്ച് മീശയൊക്കെ വടിച്ച് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നതല്ല. ഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന് വചനത്തിൽ തന്നെയുണ്ട്. സദൃശ വാക്യങ്ങൾ 8-13 വാക്യം. Proverbs 8:13. യഹോവ ഭക്തി ദോഷം വെറുക്കുന്നതാകുന്നു. ഗർവ്, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവ ഞാൻ വെറുക്കുന്നു. ഹല്ലേലൂയ. ഈ 4 കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നതാണ് ഭക്തി. അത് പറിച്ചു മാറ്റാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എന്താ പറഞ്ഞത്? വചനം നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ യഹോവ ഭക്തി എന്ന് പറയുന്നത് ഈ 4 തിന്മ ഉള്ളിൽ നിന്ന് പറിച്ചു കളയുന്നതാണ് യഥാർത്ഥ ഭക്തി. അതിന് നമ്മളെ സഹായിക്കും. ഈ 4 കാര്യവും വേരോടെ പറിച്ചു കളയാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. 8ാമത്തെ പോയിന്റ്, സങ്കീർത്തനങ്ങൾ 119:42. സങ്കീർത്തനങ്ങൾ 119:42. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഹല്ലേലൂയ. വചനത്തിൽ ആശ്രയിച്ചാൽ നമ്മെ നിന്ദിക്കുന്നവരോട് തക്കതായ ഉത്തരം പറയുവാൻ നാം പ്രാപ്തരാകും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തിയോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് ഈ ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. അതാണ് ഈ ദൈവവചനത്തിൽ ആശ്രയിച്ചുള്ള ശക്തി എന്ന് പറയുന്നത്. തക്ക സമയത്ത് സംസാരിക്കാനുള്ള വചനം കർത്താവ് തരും. ഹല്ലേലൂയ. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നത്? ആ സമയത്ത് വരും. നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷെ ഒരു പോയിന്റിലേക്ക് വരുമ്പോഴല്ല വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി വരും. സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. തക്ക മറുപടി കൊടുക്കാൻ. നിന്റെ ബുദ്ധിയിലുള്ള മറുപടിയല്ല, നിന്റെ ഫിലോസഫിയോ തിയോളജി വെച്ചുള്ള മറുപടിയല്ല, വചനത്തിലുള്ള മറുപടി. ആ മറുപടി കൊടുക്കുന്നത് നീ ഒരു ഉപകരണമാണ്. നിന്റെ നാവിലൂടെ ദൈവം സംസാരിക്കുന്ന വചനമാ. അതിൻ്റെ പ്രതിയോഗിയോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാ. അവൻ നിന്റെ മുമ്പിൽ നിൽക്കില്ല. ഹല്ലേലൂയ. വചനത്തിൽ ആശ്രയിച്ചാൽ നമ്മെ നിന്ദിക്കുന്നവരോട് തക്കതായ ഉത്തരം പറയുവാൻ നാം പ്രാപ്തരാകും. ഹല്ലേലൂയ. അതിന് ദൈവത്തിൻ്റെ സ്കൂളിൽ ആ ദൈവവചനം പഠിക്കാൻ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഡിഗ്രി ഒന്നും ആവശ്യമില്ല. സ്തോത്രം. വചനം പറയുന്നത് ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾക്കുള്ള കഴിവനുസരിച്ച് ഓരോരോ വചനങ്ങൾ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. ചിലർക്ക് ഇങ്ങനെ വൺ ബൈ പറയാനാകത്തില്ല. കർത്താവ് മരിച്ചു, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെണീറ്റു, വീണ്ടും വരും, അവൻ്റെ കൂടെ ഞാനും പോവും. ആമേൻ. ഒരു വചനമെങ്കിൽ ഒരു വചനം, അത് പറയാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടല്ലോ, അത് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതല്ല, അവസരം കിട്ടുമ്പോൾ ഒരിക്കലും തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ആ ഒരു വചനമായിരിക്കാം ആ വ്യക്തിയെ നേടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കാത്തിരിക്കുന്നത്. 9ാമത്തെ പോയിന്റ്, സങ്കീർത്തനങ്ങൾ 119:45 വാക്യം. 119:45. അവൻ്റെ പ്രമാണങ്ങൾ നമ്മെ വിശാലതയിൽ നടത്തും. നിന്റെ പ്രമാണങ്ങൾ ആരായുന്നതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കും. ഹല്ലേലൂയ. ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കും എന്ന് വെച്ചാൽ ദൈവമക്കൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ലോകമക്കളുടെ സ്വാതന്ത്ര്യമല്ല, കർത്താവിലൊരു സ്വാതന്ത്ര്യം, കർത്താവിലൊരു വിശാലത. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ എന്നേക്കും സ്വതന്ത്രം. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ എന്നേക്കും സ്വതന്ത്രം. നമ്മൾ ആ വിശാലതയിൽ തന്നെ നടക്കും. ഹല്ലേലൂയ.